മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ നടത്തി. കാവിൻമുല ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കുട്ടികളുടെ ഹരിതസഭ പഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KM മാത്യു സ്വാഗതം പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി PV സുനീഷ് ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കുട്ടികളിൽ നിന്നും തെരഞ്ഞെടുത്ത 5-അംഗ പാനലിലെ ആദർശ് V സനോജ് കുട്ടികളുടെ ഹരിതസഭ ലക്ഷ്യം, പ്രാധാന്യം എന്നിവയെക്കുറിച്ച് സംസാരിച്ചു. തുടർന്ന് പാനൽ അംഗമായ ആദ്യ സന്തോഷ് ഹരിതസഭ നടപടിക്രമങ്ങൾ വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ കുട്ടികളുടെ ഹരിതസഭ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ ഉത്തരവനുസരിച്ച് ഇതുപോലെ എല്ലാ സ്ഥലത്തും ഹരിതസഭകൾ ചേർന്നുകൊണ്ടിരിക്കും. കുട്ടികളുടെ ഹരിതസഭകൾ ചേർന്നു. കഴിഞ്ഞ വർഷം നവംബർ മാസം 14-ാം തീയതി ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഹരിതസഭ ചേർന്നിരുന്നു. അന്ന് കുട്ടികൾ ഒരുപാട് നിർദ്ദേശങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഓരോ സ്കൂളുകാർക്കും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. ആ നിർദ്ദേശങ്ങൾ ഏറെക്കുറെ പരിപാലിച്ചു പോകുന്നതിന് വേണ്ടി ഇതിനെ തന്നെ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ സ്കൂളുകളും ഹരിത സ്കൂളുകളാക്കി, സ്ഥാപനങ്ങളാക്കി മാറ്റണമെന്ന നിർദ്ദേശമാണ് PEC ഉൾപ്പെടെയുള്ള യോഗം വിളിച്ചു ചേർക്കുകയും ഓരോ സ്കൂളുകൾക്ക് എന്തൊക്കെയാണ് ഇനി അവശേഷിക്കുന്നത്, ഈ പറയുന്ന ശുചിത്വ സ്കൂളുകൾ പ്രഖ്യാപിക്കുന്നത് എന്തൊക്കെയാണ് പ്രവർത്തനം വേണ്ടതെന്ന് പരിശോധിക്കുകയും അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം ഒക്ടോബർ മാസം 2-ാം തീയതി നടക്കുന്ന ചടങ്ങിൽ വെച്ച്, നവംബർ മാസം 1-ാം തീയതി നടക്കുന്ന ചടങ്ങിൽ വെച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനതല റിപ്പോർട്ടും അദ്ദേഹം അവതരിപ്പിച്ചു. തുടർന്ന് കുട്ടികളുടെ പാനൽ പ്രതിനിധികളായ ആദർശ് V സനോജ്, ആദ്യ സന്തോഷ്, മുഹമ്മദ് ജാവിർ ഇസ്മയിൽ, സെൻഹ ഫാത്തിമ, K ശിവാനി എന്നിവർ ചേർന്ന് ഹരിതസഭ നിയന്ത്രിച്ചു. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 21 സ്കൂളുകളും അവരവരുടെ സ്കൂളുകളിലെ ശുചിത്വ സംവിധാനങ്ങളും വിടവുകളും ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഓരോ സ്കൂളിലെയും പ്രതിനിധികൾ അവതരിപ്പിച്ച റിപ്പോർട്ട് വിലയിരുത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറുപടി പറഞ്ഞു. ഹരിതസഭയിൽ പങ്കെടുത്ത കുട്ടികൾക്കും സ്കൂളുകൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഹരിതവിദ്യാലയ പ്രഖ്യാപനം നടത്താൻ ബാക്കിയുള്ള 8 സ്കൂളുകളുടെ ഹരിതവിദ്യാലയ പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ വെച്ച് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ 23 സ്കൂളുകളിൽ നിന്നായി 250ഓളം കുട്ടികൾ ഹരിതസഭയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചക്കരക്കൽ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ.